നമ്മുടെ ഈ കോൺഫറൻസിൻ്റെ സമാപന സെഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവരാജ്യത്തിൽ കേന്ദ്രീകരിച്ച കിങ്ഡം ഫോക്കസ് എന്ന വിഷയം വിവിധ തലങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തു. കിങ്ഡം ഫോക്കസ് ക്രിസ്ത്യൻ, കിങ്ഡം ഫോക്കസ് ദ ഫാമിലി, and at last we come to this session in which the title is Kingdom Focus Church. ദൈവരാജ്യ കേന്ദ്രീകൃതമായ സഭ. യഥാർത്ഥത്തിൽ അല്പമൊന്ന് പരിശുദ്ധ സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈ ഒരു തലക്കെട്ടിലൂടെ അർത്ഥമാക്കുന്ന ആത്മീയ ആശയത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുന്നത്. ഞാൻ പ്രധാനമായും 4 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എന്താണ് സഭ? സഭയുടെ അർത്ഥതലം വേദപുസ്തകം പഠിപ്പിക്കുന്ന എന്താണ്? അത് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് ഓർമ്മിപ്പിക്കും. അത് ഭൂരിപക്ഷം പേർക്കും അറിയാവുന്നതാണ്. രണ്ടാമത്, സഭയെക്കുറിച്ചുള്ള പുതിയ നിയമത്തിന്റെ വ്യാഖ്യാനത്തിൽ പിതാക്കന്മാരും പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരും ഉപയോഗിച്ചിരിക്കുന്ന ചില ആശയങ്ങളുടെ വിശദീകരണം. ആ വിശദീകരണം രണ്ടാമത് നൽകുന്നത് ഇന്ന് സഭാജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ആ അപ്പോസ്തോലിക വീക്ഷണം മനസ്സിലാക്കുമ്പോഴാണ്. മൂന്നാമത്, നമ്മൾ ഇന്ന് നയിക്കുന്ന സഭാജീവിതവും യഥാർത്ഥത്തിൽ നയിക്കപ്പെടേണ്ട തരത്തിലുള്ള വേദപുസ്തകം പഠിപ്പിക്കുന്ന ആത്മീക തലത്തിലുള്ള ജീവിത സാഹചര്യമാണോ എന്നത് വിശദീകരിക്കുകയാണ് മൂന്നാമത് ഉദ്ദേശിക്കുന്നത്. നാലാമത്, പ്രായോഗിക തലത്തിൽ ദൈവരാജ്യത്തിൽ കേന്ദ്രീകൃതമായ ഒരു സഭാ ജീവിതത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കും? ഈ 4 കാര്യങ്ങൾ സാവധാനം ചിന്തിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, സഭയെക്കുറിച്ച് നല്ല ധാരണ നിങ്ങളുടെയും പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. എന്താണ് സഭ എന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങളാണ് പലരിൽ നിന്നും കിട്ടുന്നത്. ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടതാണ് സഭ, അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ശരീരമാണ്, ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അർത്ഥതലങ്ങൾ സഭയെക്കുറിച്ചുണ്ട്. എക്ലീസിയ എന്ന ഗ്രീക്കിലും സുറിയാനിയിൽ ഈത്തോ എന്ന പദമാണ് സുറിയാനിയിലും ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ സമൂഹം എന്ന മലയാളത്തിൽ നമുക്ക് പറയാവുന്ന ഒരർത്ഥതലമാണ് ഈ വാക്കുകൾക്കൊക്കെ ഉള്ളത്. പഴയ നിയമത്തിൽ യഹോവയുടെ ആലോചന സമൂഹം എന്നൊരു പ്രയോഗമുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു സഭയെ സ്ഥാപിച്ചുവെന്നോ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഒരു ഓർഗനൈസ്ഡ് പ്രസ്ഥാനമായി സഭ എന്നൊരു ധാരണ യേശു ക്രിസ്തുവിന്റെ വാക്കിലില്ല. എന്നാൽ കർത്താവ് വളരെ ശ്രേഷ്ഠമായ ഒരു വാക്ക് ധന്യനായ പത്രോസ് അപ്പോസ്തലനോട് പറയുന്നുണ്ട്. അവിടെയാണ് യേശു ക്രിസ്തുവിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കർത്താവിന്റെ സഭയെക്കുറിച്ചുള്ള പഠിപ്പിക്കലിന്റെ അടിസ്ഥാനം. പത്രോസ് ശ്ലീഹായോടും അപ്പോസ്തോലിക സമൂഹത്തോടും കർത്താവ് ചോദിക്കുന്നുണ്ട്, എന്നെ കുറിച്ച് ആളുകൾ എന്ത് പറയുന്നു? അപ്പൊ അതിന്റെ മറുപടിയായിട്ട് പല ഉത്തരങ്ങൾ അപ്പോസ്തലന്മാർ പറഞ്ഞു. നീ മരിച്ചുപോയ യോഹന്നാൻ മഗ്ദാന ആണ് എന്ന് ചിലർ പറയുന്നുണ്ട്. പ്രവാചകൻ ഏലിയ ആണെന്ന് ചിലർ പറയുന്നുണ്ട്. ആ പ്രവാചകൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ യേശുവിനെ കുറിച്ചുള്ള യെരൂശലേം സമൂഹത്തിന്റെ കാഴ്ചപ്പാട് ശിഷ്യന്മാർ വിവരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു നേരിട്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? ഉടനെ അപ്പോസ്തല സമൂഹത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ പത്രോസ് ശ്ലീഹ പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അതിന്റെ മറുപടിയായി യേശു ക്രിസ്തു പറയുന്നു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അവിടെയാണ് പലപ്പോഴും സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഈ സോഷ്യോളജിസ്റ്റുകളുടെ ഒക്കെ അനാലിസിസിൽ യേശു ക്രിസ്തു ഒരു ഓർഗനൈസ്ഡ് സഭയെ സ്ഥാപിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നതിന് ചില അർത്ഥതലങ്ങളുണ്ട്. എന്നാൽ ക്രിസ്തുവിന്റെ മനസ്സിൽ പരിശുദ്ധ സഭയെന്ന
ഒരു ശക്തമായ ആശയം കർത്താവിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ മനോഹര തെളിവാണ് യേശുക്രിസ്തു പത്രോസിനോട് പറയുന്നത്, നീ പത്രോസാകുന്നു. ആ കൂട്ടത്തിൽ പറയുന്ന വിശേഷണം, ബർയോനാ ശീമോനെ നീ ഭാഗ്യവാൻ. ബർയോനാ ശീമോനെ നീ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ യോനായുടെ പുത്രനായ ശീമോനെ നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല എന്ന് വെച്ചാൽ നിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമായ, നിന്റെ ജനനത്തിന് അടിസ്ഥാനമായ മാതാപിതാക്കളോ നിന്റെ കുടുംബത്തിന്റെ പിന്തുടർച്ചയോ ഒന്നുമല്ല, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നീ പത്രോസാകുന്നു ഈ പാറമേൽ. എന്ന് വെച്ചാൽ പത്രോസേറ്റ് പറഞ്ഞ യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹായാകുന്നു എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടതാണ് പരിശുദ്ധ സഭ. പണിയപ്പെട്ട എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത രണ്ടാം ഭാഗത്തിൽ ചിത്രീകരിക്കാം. ഒരു കാര്യം വളരെ വ്യക്തം, യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന വിശ്വാസം. അതാണ് യാക്കോബ് പ്രത്യേകിച്ച് തക്സ ക്രമീകരിക്കുമ്പോൾ യാക്കോബിന്റെ തക്സായിൽ വളരെ ഭംഗിയായി എഴുതിയിരിക്കുന്നു, വിശ്വാസമാകുന്ന പാറമേൽ പണിയപ്പെട്ടിരിക്കുന്നതും പാതാള ഗോപുരങ്ങൾക്ക് അതീതവുമായ പരിശുദ്ധ സഭ. ഇതാണ് സഭയെ കുറിച്ചുള്ള യേശുക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വീക്ഷണം. ഇതാ ഒന്നാം ഭാഗം. ഇതിനെയാണ് ധന്യനായ പൗലോസ്ലീഹയാണ് സഭാശാസ്ത്രം, എക്ലീസിയോളജി വിശദമായി പുതിയ നിയമത്തിൽ ചർച്ച ചെയ്യുന്നത്. അത് നമ്മുടെ ഈ ക്ലാസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂടിവരവിലെ ചിന്തയുടെ രണ്ടാം ഭാഗം. പൗലോസ്ലീഹ ഇതിനെ വളരെ വിശദമായി കർത്താവ് പറഞ്ഞ അർത്ഥതലത്തെ വിശദമായി ചിത്രീകരിച്ചു. പൗലോസ്ലീഹ പറയുന്നതിൽ മനോഹരമായി, ഞാൻ വാക്യങ്ങളും ഇതൊന്നും എടുത്ത് നിങ്ങളുടെ ഒരു ക്ഷമയൊന്നും പരിശോധിക്കുന്നില്ല, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. അതിനാണ് ഞാൻ 1, 2 എന്ന് പറയുന്നത്. പൗലോസ്ലീഹ വിവരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ക്രിസ്തു എന്ന മൂലക്കല്ല്, അപ്പോസ്തലന്മാരെന്ന അടിസ്ഥാന ശില, പണിതുകൊണ്ടിരിക്കുന്ന പണിതീരാത്ത കെട്ടിടം, അതാണ് പരിശുദ്ധ സഭ. അപ്പോൾ പ്രധാന ആശയം യേശുക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട അപ്പോസ്തലന്മാരെന്ന അടിസ്ഥാന ശിലമേൽ പണിയപ്പെടുന്ന, ഇന്നും പണിതീരാത്ത, ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടം, അതാണ് പരിശുദ്ധ സഭ. നമുക്കറിയാം, ചില കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ വിഷമമുള്ളപ്പോൾ നമ്മൾ അതിനെ ഇമേജസ് ഉപയോഗിക്കും. വലിയ മനുഷ്യരെയൊക്കെ കാണുമ്പോൾ നമ്മൾ പർവ്വതം പോലെ ഇരിക്കുമല്ലോ എന്ന് പറയും. സത്യത്തിൽ പർവ്വതത്തിന്റെ വല്ല പ്രത്യേകതയോ ഉണ്ടോ? ഇച്ചിരി വണ്ണം കൂടുതലുകൊണ്ട് നമ്മൾ പറയുന്നതാണ് അല്ലേ? ഇങ്ങനത്തെ ചില മാതൃകകൾ എല്ലാ ഭാഷയിലും ഉണ്ട്. അതിനെയാണ് ഇമേജസ് എന്ന് പറയുന്നത്. അപ്പൊ ഇമേജസിന്റെ ഉപയോഗം ഒരു കാര്യം വ്യക്തമാക്കുന്നു, വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ആളിന്റെ മനസ്സിൽ ഒതുങ്ങുന്നില്ല. So that he uses different images to define the particular thing. അതെപ്പോഴും ഉണ്ട്. നല്ല സുന്ദരിയെ കാണുമ്പോൾ നമ്മളെ മറ്റേതെങ്കിലും ഒരു സുന്ദരിയെ ചേർത്ത് വരും, ഓ ഐശ്വര്യ റായിയെ പോലെ ഇരിക്കുന്നു, അങ്ങനെയൊന്നും വേണമെന്നില്ല അല്ലേ? ഇതൊക്കെ നമ്മൾ പറയുന്നതിന്റെ കാരണം നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് നമുക്ക് പൂർണ്ണമായി ഭാഷയിൽ ഡിഫൈൻ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ്. പൗലോസ്ലീഹ അനേക ഇമേജസ് ഉപയോഗിച്ചു സഭയെ കുറിച്ച് പഠിപ്പിക്കാൻ. അദ്ദേഹം പറഞ്ഞു, സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. അങ്ങനെ ഒന്നും പറഞ്ഞ് നിർത്തിയില്ല. അദ്ദേഹം പറഞ്ഞു, സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. അദ്ദേഹം പറഞ്ഞു, സഭ ഇനി എന്നാവും പറഞ്ഞിട്ടുണ്ട്, പുതിയ യെരൂശലേമാണ്, മുന്തിരിവള്ളിയാണ്. എത്ര മനോഹര വിശേഷണങ്ങൾ! ഇതെല്ലാം ചേരുന്ന ഈ ഗുണഗണങ്ങളെല്ലാം സമുജ്ജസമായി സമന്വയിക്കുന്ന ഒന്നാണ് എന്നത് പരിശുദ്ധ സഭ. ഇവിടെയാണ് രണ്ടാം ഭാഗത്തിന്റെ, ഒന്നാം ഭാഗം ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ യേശുക്രിസ്തു വളരെ വ്യക്തമായി സഭയെക്കുറിച്ചുള്ള ധാരണ അപ്പോസ്തലന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അത് ക്രിസ്തുവിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന ഒന്നാണ്. ഞാൻ ഒരു കാര്യം കൂടെ അത് ഈ അവസാന ക്ലാസ്സിൽ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള പഠനം വളരെ ഭംഗിയായ രീതിയിൽ നമ്മുടെ പാരമ്പര്യത്തിലും അതുപോലെ തന്നെ ബിസാന്റിയൻ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലും ഒക്കെ നടന്നിട്ട് ദൈവരാജ്യത്തെ കുറിച്ചുള്ള നല്ലൊരു നിഗമനത്തിൽ എത്തിച്ചേർന്ന എന്താണോ,
യേശു ക്രിസ്തുവിന്റെ മനസ്സിൽ ഈ ദൈവരാജ്യം എന്ന മനോഹര സങ്കല്പം സഭയിലൂടെയാണ് നിവർത്തിച്ചത്. ഇച്ചിരൂടെ കടന്നു പറഞ്ഞാൽ സഭയാണ്, ബാക്കി പറഞ്ഞു, ദൈവരാജ്യം. സഭയാണ്, പരിശുദ്ധ സഭയാണ് ക്രിസ്തു എന്ന മൂലക്കല്ലിൽ അപ്പോസ്തലന്മാരുടെ അടിസ്ഥാന ശിലമേൽ പണിതുകൊണ്ടിരിക്കുന്ന പണിതീരാത്ത കെട്ടിടമാണ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കൂടെ തന്നെ പറഞ്ഞു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ. ഇന്ന് നമ്മെ സംബന്ധിച്ച് ഇന്ന് രാവിലെ ശമാശം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. We are never would like to say we are seeking the kingdom of God. No, we are living in the kingdom of God. We have to experience, we have to taste the experience of the kingdom of God while we are living in the holy church. പരിശുദ്ധ സഭയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ അനുഭവം ഉണ്ടാകണം. അങ്ങനെയാണ് നമ്മുടെ കുടുംബവും നമ്മുടെ വ്യക്തി ജീവിതവും ദൈവരാജ്യത്തിന്റെ അനുഭവം പ്രതിഫലിപ്പിക്കുന്നത്. മൂന്നാമത്, ഇപ്പൊ എത്ര കാര്യം ഞാൻ പറഞ്ഞു? 2 കാര്യം. എന്നാലേ മൂന്നാമതിലോട്ട് ചാടാൻ പറഞ്ഞ 2 കാര്യം തന്നെ നമുക്ക്. ഒന്ന്, യേശു ക്രിസ്തു സഭയെ കുറിച്ച് നൽകിയ വീക്ഷണം. പഴയ നിയമത്തിലെ യഹോവയുടെ ആലോചന സമൂഹം, കഹാൾ, യാഹവേ എന്നൊക്കെയുള്ള പ്രയോഗമുണ്ട്. അതൊന്നും ഈ സമൂഹത്തോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്ന് വെച്ചാൽ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തല്ല, നമുക്ക് ഇന്നത്തെ രീതി മനസ്സിലാക്കാനുള്ള സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. അതേസമയം പുതിയ നിയമത്തിൽ ഏറ്റവും ഭംഗിയായി പറയുന്നത് തിബെരിയോസ് കൈസരിയ ഫിലിപ്പിയിൽ വെച്ച് കർത്താവ് പത്രോസ്ലിഹയോട് പറയുന്ന വാക്കാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അതിന്റെ വ്യാഖ്യാന തലം, അതാണ് ഞാൻ 2ാം അർത്ഥത്തിൽ പറഞ്ഞത്, ഏറ്റവും ഭംഗിയായി വിശദീകരിച്ചത് അപ്പോസ്തലന്മാരുടെ എഴുത്തുകളിലെല്ലാം ഉണ്ട്. എന്നാൽ പ്രധാനമായി കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആരാണ്? ധന്യനായ പൗലോസ്ലിഹയാണ്. മൂന്നാമത് ഞാൻ പറയാൻ പോകുന്നത് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം. ആ ബന്ധം അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ദൈവരാജ്യ അനുഭവത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയത്. ഞാൻ എല്ലാ ഇമേജസും എടുക്കുന്നില്ല, എന്നാൽ 2 ഇമേജസ് പ്രധാനമായും വ്യാഖ്യാനിക്കാൻ എടുക്കുന്നു. ഒന്ന്, യേശു ക്രിസ്തു സഭയുടെ തലയാണ്, സഭ ക്രിസ്തുവിന്റെ ശരീരം. രണ്ടാമത്തെ വ്യാഖ്യാനം, 2ാമത്തെ ഇമേജ് വ്യാഖ്യാനിക്കാൻ എടുക്കുന്നത്, രണ്ടാമത്തേത് ക്രിസ്തു സഭയുടെ മണവാളനും സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയുമാണ്. ഈ മണവാളൻ മണവാട്ടി ബന്ധം അതാണ് ഏറ്റവും അധികം സഭയെ കുറിച്ച് സുറിയാനി പിതാക്കന്മാർ ആവർത്തിച്ച് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ ബന്ധം ഏതാണ്? ഭാര്യ ഭർത്തൃ ബന്ധം. അതിൽ വലിയ സംശയമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കറിയാം, ചിലര് പറയും ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ ഗൈ മാരേജിലൊക്കെ നിലനിൽക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് മറ്റെല്ലാ ബന്ധങ്ങളെക്കാൾ ഉപരിയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് ചിലർ പറയും. ചിലർ പറയും പേരൻസും ചിൽഡ്രനും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് ഒരിക്കലും ഒഴിയാൻ സാധിക്കാത്തതെന്ന് പറയും. ചിലർ റിലീജിയസ് റിലേഷൻഷിപ്പ് പറയും, ബിക്കോസ് ഓഫ് ദി ഫെനാറ്റിസിസം ആൻഡ് സെക്ടേറിയനിസം which is occurring in our society. ഇതൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ ചരിത്രം പഠിപ്പിക്കുന്ന വലിയൊരു സത്യം, മനുഷ്യനെ ഈ ചരിത്ര ലോകത്തിൽ വെച്ച് ഒഴിവാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഈ കെട്ടുബന്ധമാണെന്ന് പറയും. ബന്ധത്തിന് 2 തലമുണ്ട്, രക്തബന്ധവും കെട്ടുബന്ധവും. അത് നമ്മുടെ സാധാരണ മലയാളികളുടെ ഉപയോഗം. രക്തബന്ധമാണ് ഈ അപ്പച്ചനും മക്കളും തമ്മിലുള്ള ബന്ധം, അമ്മയും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധം, അല്ലെ? ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ബന്ധമൊക്കെ രക്തബന്ധമാണ്. രക്തബന്ധത്തെക്കായി വലുതാണ് കെട്ടുബന്ധം. ചുമ്മാ ഞാനൊരു കാര്യം എന്ന് പറയാം, ഈ കൈവിരലുകളൊന്ന് യോജിപ്പിച്ച് പിടിച്ച് തടസ്സമുണ്ടോ? അതോ കുഴപ്പമില്ലല്ലോ? ഇങ്ങനെ യോജിപ്പിച്ച് പിടിച്ചോ, ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് നടുക്കത്തെ വിരല്, ഈ വലിയ വിരലുണ്ടല്ലോ, അത് നമ്മുടെ സെൽഫിനെ സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത്, അതങ്ങ് മടക്കണം. മടക്കിയോ? ഈ നടുക്കത്തെ വിരല് മടക്കണം. മടക്കിയോ? മടക്കി. എന്നിട്ട് ബാക്കി വിരലുകളൊന്ന് യോജിപ്പിച്ച് പിടിച്ചോ.
ചിലരൊക്കെ അങ്ങ് പിണങ്ങിയിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നോടൊരു പിണക്കൊന്നുമില്ലല്ലോ. എന്നിട്ട് ഈ ഏറ്റവും മുമ്പിലത്തെ കുഞ്ഞുവരൽ എന്ന് പറയുന്നത് നമ്മളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധമായിട്ടാണ് പറയുന്നത്. അതൊന്ന് അകത്തി നോക്കി. ഓ, അതൊക്കെ അകത്ത് പോവില്ലേ? അതുങ്ങളും പോകും, നമുക്കുള്ളത് പോകും. ഈ തള്ളവരൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പേരൻസിനോടുള്ള ബന്ധം. ഓ, അത് വേഗം അല്ലേ? ഈ പോയിന്റ് ഫിംഗർ ഉണ്ടല്ലോ, അല്ല ചൂണ്ടുവരൽ. ചൂണ്ടുവരൽ എന്ന് പറയാൻ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഉള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, അത് പോയില്ലേ. മറ്റേ ആ മോതിരം ഇടുന്ന വിരൽ നകത്തി നോക്കി. എവിടെയൊക്കെ ആയതുകൊണ്ട് ഒരുമാതിരി ശ്രമിച്ചാൽ നടന്നോളൂ. അതൊന്ന് നോക്കിക്ക്. അതാ നടുക്കത്തെ വിരൽ താഴോട്ടാക്കിയിട്ട് അമക്കണം. നടുക്കത്തെ വിരൽ താഴോട്ടാക്കിയിട്ട് അമക്കി നോക്കണം. മറ്റു വിരലുകളൊന്നും സ്വസ്ഥാനത്ത് നിന്ന് മാറ്റാതെ മോതിരവിരൽ അകത്തി നോക്കിക്കേ. മടുത്ത് ചിലർ വേണ്ടെന്ന് വെച്ചത്. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ യഹോവയും യെരൂശലേമും തെരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനവും തമ്മിലുള്ള ബന്ധം, രാജാവും പ്രജകളും ഇടയനും ആടും, അങ്ങനെ ഒത്തിരി ഇമേജസ് ഉപയോഗിക്കുന്നെങ്കിലും ചെറിയ പ്രവാചകന്മാരും അതുപോലെ തന്നെ യെരൂശലേമിലെ എബ്രായക്കാരുടെ ഉപദേഷ്ടാക്കന്മാരൊക്കെ ഏറ്റവും ശക്തമായി യഹോവയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കാൻ ഉപയോഗിച്ചത് മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം. അതേ ഇമേജ് തന്നെയാണ് ധന്യനായ പൗലോസ് ശ്ലീഹ സഭയെ കുറിച്ച് പറയുമ്പം സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ആ ഒരു അർത്ഥതലത്തിലാണ് സ്വർഗീയ വിരുന്ന്, മണവറ, ഈ ചിന്തകളെല്ലാം പുതിയ നിയമ എഴുത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ എഫേസ്യ ലേഖനത്തിൽ, പ്രത്യേകിച്ച് വിവാഹ കൂദാശയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, വലിയ സുന്ദരിയൊന്നും അല്ലായിരുന്നു, എന്നാൽ പോലും ഉള്ള കറകളെ എല്ലാം കഴുകി മാമോദീസ വെള്ളത്തിൽ വിജാതീയ പുത്രിയെ കഴുകി ശുദ്ധീകരിച്ച് കറകളും ചുളിവുകളും മാറ്റി സ്വകീയ, പഴയ മലയാള പ്രയോഗം, ഇറ്റ് ഈസ് മൈൻ, സ്വന്തമാക്കി തീർത്തു. മഷിക്കാലത്തിന് കഴുകാൻ ഉപയോഗിച്ച വെള്ളം, that is actually forced out, coming forth from the pierced side of Jesus, the bridegroom. മണവാളന്റെ തുറക്കപ്പെട്ട വിലാവിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവുമാണ് മണവാട്ടിയെ ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ചത്. അതാണ് വിശുദ്ധ കുർബാനയും മാമോദീസയും. അതുപോലെ വളരെ ഭംഗിയായി പറയുന്നു, ആഭരണങ്ങളൊന്നുമില്ലാതെ വെയിലത്ത് കിടന്ന് വല്ലാതെ കറുത്തു പോയവളായിരുന്നു ഈ മണവാട്ടി. ഉത്തമഗീതത്തിൽ പറയുന്നു, യെരൂശലേം പുത്രിമാരെ, ഞാൻ കറുത്തവൾ എങ്കിലും ശലോമോന്റെ മനോഹര രാജ്ഞികളെക്കായാലും ഞാൻ സുന്ദരിയും തിരഞ്ഞെടുക്കപ്പെട്ടവളുമാണ്. പിതാക്കന്മാര്, പ്രത്യേകിച്ച് ഗ്രീക്ക് ഫാദേഴ്സും സുറിയാനി ഫാദേഴ്സും ആ വാക്കെടുത്ത് പരിശുദ്ധ സഭയെ വ്യാഖ്യാനിച്ചു. കാര്യം, സഭയ്ക്ക് വേണ്ടി ക്രിസ്തു നൽകിയ ഈ മോതിരം പോലും, മോതിരവാഴിന്റെ ശുശ്രൂഷയിലും പറയുന്നത്, മോതിരം ഇടുന്നത് പോലും ക്രിസ്തു തന്റെ ശരീര രക്തങ്ങളാകുന്ന മോതിരം സഭയുടെ മനോഹാരിതയ്ക്ക് വേണ്ടി നൽകിയത് കൊണ്ടാണ്. അതുകൊണ്ട് പരിത്യാഗത്തിൽ അധിഷ്ഠിതമായ ശക്തമായ ഭാര്യമതൃ ബന്ധമാണ് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം. അപ്പം ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ച്, ദൈവരാജ്യ അനുഭവത്തിൽ ഒരു സഭാംഗം എങ്ങനെ ക്രിസ്തുവിനെ സ്നേഹിക്കും, അതാണ് പ്രായോഗികമായി ചിന്തിക്കേണ്ടത്. അവിടെയാണ് ദൈവരാജ്യത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ട സഭാജീവിതം. നിങ്ങൾ ഓർക്കണേ, ഈ ഒരു ഇമേജിന്റെ, ഈ ഒരു സാദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് ശ്ലീഹ എഫേസ്യ ലേഖനം വളരെ വിശദമായി പറയുന്നത്.
കോരിന്ഥ ലേഖനത്തിൽ പറയുന്നു, എല്ലാവരും ക്രിസ്തു ശരീരമാകുന്ന സഭയോട് ചേർക്കപ്പെട്ടവർ. ഓരോ അവയവത്തിനും തനതായ പ്രാധാന്യം. ഒരവയവത്തിന്റെ വേദന മറ്റവയവത്തെ ബാധിക്കണം. അവിടെയാണ് യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, ദൈവരാജ്യവും പരസ്പര കരുതലും പരസ്പര സ്നേഹവും ഈ കൂട്ടായ്മയുടെ അർത്ഥതലവും പ്രായോഗികമാകുന്നത്. ഇന്ന് സഭയ്ക്കുള്ളിലെ വിശ്വാസികളുടെ വളർച്ച എന്ന് പറയുന്നത് there is growth but it is disproportional. അതെല്ലാവരിലും ഉണ്ട്. ഞങ്ങൾ പൗരോഹിത്യ നേതൃത്വത്തിലും ഈ പ്രശ്നമുണ്ട്. വളർച്ചയുണ്ട്, പക്ഷെ വളർച്ച ഡിസ്പ്രപ്പോർഷണലാണ്. അവിടെ ദൈവരാജ്യ അനുഭവം ഉണ്ടാകുന്നില്ല. നിങ്ങൾക്കറിയാം, നമുക്ക് 2 ചുണ്ടുണ്ട്, മേൽചുണ്ടും കീഴ്ചുണ്ടും അല്ലേ? ഇതിലേതേലും ഒന്നങ്ങ് ക്രമാതീതമായി വളർന്നാൽ പിന്നെ കാണാൻ നല്ലതല്ലേ? ഓർത്തേ, ഇങ്ങോട്ട് നോക്കിക്കേ. എന്നോട് ചിലർ പറഞ്ഞാ ഇങ്ങോട്ട് നോക്കിക്കേ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. കാരണം ഇന്നലെ ഞങ്ങൾ ഒട്ടും ഉറങ്ങിയിട്ടില്ല, ഞങ്ങൾ ഒരിച്ചിരി ഉറങ്ങണം. പക്ഷെ അവരെല്ലാം ശ്രദ്ധിച്ചിരിക്കും. ഇങ്ങോട്ട് നോക്കി. എന്താ സൗന്ദര്യം? കണ്ണിനൊത്ത പുരുകം, 2 കണ്ണും നന്നായി ചേർക്കത്തക്ക ഉള്ള ഒരു നെറ്റിത്തടം, അതിന് ചേരുന്ന മൂക്കിനൊക്കെ ചേരുന്ന കവിൾത്തടം, അതിന് ചേരുന്ന അല്ലെ പ്രപ്പോർഷണലാണ് സൗന്ദര്യം. സഭയുടെ ദൈവരാജ്യ അനുഭവം നഷ്ടപ്പെടുത്തുന്നത് ഡിസ്പ്രപ്പോർഷണൽ സിസ്റ്റമാണ്. അതൊരിക്കലും അപ്പോസ്തോലിക സഭയിൽ സഭ ദൈവരാജ്യമായത് അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയും ഉള്ളത് പൊതുവകയെന്ന് എണ്ണുകയും ചെയ്തു. ദൈവരാജ്യ അനുഭവം യഥാർത്ഥത്തിൽ അക്ഷരം പ്രതി തമ്പുരാൻ ആഗ്രഹിച്ചതും അപ്പോസ്തോലിക സഭയുടെ സ്വഭാവവും അതായിരുന്നു. അത് നഷ്ടപ്പെട്ടു. അത് തിരികെ കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ സഭയുടെ ദൈവരാജ്യ അനുഭവം. ഈ വരുന്ന എന്ന് വെച്ചാൽ നമ്മളെ ഒരു മധ്യവയസ്കരായ അപ്പനും അമ്മയും നമ്മുടെ സ്വാർത്ഥതയ്ക്ക് ഒരു പരിധിയില്ല. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചിലരുണ്ടല്ലോ, അവരൊരു മടിയില്ലാതെ അവരുടെ കയ്യിൽ കിട്ടുന്ന പണവും അവർ സമ്പാദിക്കുന്നതിലെ ദശാംശവും അതിൽ കൂടുതലും ആവശ്യക്കാർ ചോദിക്കുന്നവർക്കും പ്രയാസപ്പെടുന്നവർക്കും കൊടുക്കാൻ സഹായിക്കാൻ ഒരു മടിയില്ല. പക്ഷെ എന്തോ മലയാളി സമൂഹത്തിൽ നമുക്ക് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളെ നശിപ്പിക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയും നമുക്ക് വേണ്ടി മാത്രം ഉള്ള ജീവിതവും. സത്യത്തിൽ ഈ പ്രാർത്ഥനയും മോക്ഷവും ദൈവരാജ്യവും ഒക്കെ നമ്മുടെ ഈ വ്യാപാര ക്രമീകരണത്തിന് തങ്കമ്മയ്ക്ക് കിട്ടിയില്ലേലും എനിക്ക് ചാക്കോച്ചനും കർത്താവിന്റെ ദൈവരാജ്യം കിട്ടണേ എന്താണ് നമ്മുടെ ചിന്ത. സത്യത്തിൽ ഈ സ്വർഗവും മോക്ഷവും ഒന്നും അതിൻ്റെ ഒരു കോർപ്പറേറ്റ് സ്വഭാവം നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല. സഹോദരങ്ങളെ, നമ്മുടെ ഇടവകയിൽ നമ്മുടെ സമൂഹത്തിൽ വേദനിക്കുന്ന ഒരു മനുഷ്യർ, അവഗണിക്കപ്പെടുന്ന മനുഷ്യർ, നീതി കിട്ടാത്ത മനുഷ്യർ അവരുള്ളിടത്തോളം കാലം നമ്മൾ എത്ര ഭക്തരാണേലും അബ്രഹാമിന്റെ മടിയിൽ ചാരിയിരിക്കാമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതാണ് അബ്രഹാമിന്റെ മടിയിൽ ചാരിയിരിക്കാമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതാണ് രക്ഷയുടെ സർവ്വവ്യാപകത്വം ദൈവരാജ്യ അനുഭവത്തിൽ. സമയപരിമിതി കൊണ്ട് ഞാൻ അടുത്ത ഒരു ഭാഗം കൂടെ വിശദീകരിക്കണം. ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. അത് നമ്മുടെ പിതാക്കന്മാർ വളരെയധികം ഉപയോഗിച്ച ഒരു നല്ല പദപ്രയോഗ വിശദീകരണത്തിൽ. ഈ ദൈവരാജ്യ അനുഭവത്തിന്റെ ഏറ്റവും മനോഹരവും കാലികമായി പ്രാധാന്യമുള്ളതും ഈ രണ്ടാമത്തെ, ഞാൻ ഈ പറഞ്ഞ 2 പ്രധാന ഇമേജുകളാണ്. മറ്റ് ഇമേജസിനൊക്കെ അർത്ഥമുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, മനുഷ്യന്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് മറ്റൊരാൾ അറിയുന്നത് എങ്ങനെയാണ്? ശാരീരിക ഫിസിക്കൽ എക്സിസ്റ്റൻസിലൂടെയാണ്. ക്രിസ്തു നമുക്ക് ദൃശ്യനല്ല ഇപ്പോൾ, ആണോ? അല്ല. അവൻ പുനരുത്ഥാനം ചെയ്തു. അത് വേദശാസ്ത്രപരമായ ഒരു വലിയ വിഷയമാണ്. കർത്താവ് പുനരുത്ഥാനം ചെയ്തു കഴിഞ്ഞ് പത്രോസിനും
യാക്കോബ് ആനന്ദിച്ചു, തോമാ തൃപ്തിപ്പെട്ടു. ഭാഗ്യല്ല, മത്തായി സ്തോത്രം പാടി. കാര്യം ഒന്നിനൊരു തൃപ്തിയില്ലായിരുന്നു, ആകപ്പാടെ വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ അനുഭവം വന്നപ്പം യാക്കോബ് ആനന്ദിച്ചു, തോമാ തൃപ്തിപ്പെട്ടു, മത്തായി സ്തോത്രം പാടി. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ക്രിസ്തുവിന്റെ ഈ അപ്പിയറൻസ് ഉണ്ടല്ലോ, യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആർക്കും യേശുവിനെ പ്രഥമ ദൃഷ്ടിയ മനസ്സിലായില്ല. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. മഗ്ദലക്കാരത്തി മറിയ വളരെ അടുത്ത് ക്രിസ്തുവിന് വേണ്ടി പ്രതീക്ഷിച്ച് ആ തോട്ടത്തിൽ നിൽക്കുക. പക്ഷേ സ്ത്രീയെ നീ കരയുന്നതെന്ത് എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഗുരുവിനെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി. സംസാരിക്കുന്നത് ആരാന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. പറയുന്നേ പത്രോസിനെ പക്ഷെ കണ്ടപ്പോഴേ മനസ്സിലായില്ലേ? മനസ്സിലായോ? മനസ്സിലായില്ല. ആർക്കും മനസ്സിലായില്ല. നമ്മുടെ തോമസിലേക്ക്, നമുക്ക് ഇന്ത്യക്കാർക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കുറേയേറെ മനസ്സിലാകാൻ വിഷമുണ്ട്. കാര്യം തോമസിലേക്കായി കൂട്ടം തിരിഞ്ഞില്ല. തോമസിലേക്ക് അവർക്ക് തൊട്ട് നോക്കാതെ പറയുന്നത് എന്നാന്നോ കാരണം? റിസറക്റ്റഡ് ഹ്യൂമാനിറ്റിയും ഹിസ്റ്റോറിക് ഹ്യൂമാനിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. തേജസ്കരിക്കപ്പെട്ട ശരീരത്തെ ഈ ചരിത്ര ലോകത്തിൽ മനസ്സിലാക്കാൻ കഴിയത്തില്ല. തേജസ്കരിക്കപ്പെട്ട ശരീരത്തെ ചരിത്ര ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് കർത്താവ് സഭ എന്റെ ശരീരമാണെന്ന് പറഞ്ഞത്. മനസ്സിലായോ ദൈവമേ? മനസ്സിലായോ? കാര്യം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നമുക്ക് കാണാൻ മേല. എന്നാൽ കർത്താവിനെ കാണാൻ നമുക്ക് ഏതിലൂടെ? സഭയിലൂടെ. The invisible Christ is present in the history through the church. That is the visible body of Him. ക്രിസ്തുവിന്റെ വ്യക്തമായ ശരീരം, ആ ശരീരമാണ് എന്നത്. അതാ ദൈവരാജ്യം. അപ്പൊ നമ്മളെ കാണുന്നവർ, നമ്മുടെ ആരാധന സമൂഹത്തെ കാണുന്നവർ, നമ്മുടെ സഭാജീവിതത്തെ ദർശിക്കുന്നവർ ആരെ കാണണം? ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണും. ഇനിയും ഞാൻ കിങ്ഡം സെന്റേർഡ് ചർച്ചിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. വിശദീകരിച്ചാൽ നിങ്ങളുടെ വിശകലന കഴിവിനെ ഞാൻ ചോദ്യം ചെയ്യാതിരിക്കും. ഇതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. പക്ഷെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ സഭാജീവിതം കൊണ്ട് സത്യത്തിൽ ദൈവരാജ്യ അനുഭവം ആർക്കെങ്കിലും ഉണ്ടാവും? ഈ അപ്പർ റൂം എന്ന സൗദത്തെ, മലയാളത്തിൽ സൗദം എന്ന് പറയുന്നതിനെ അപ്പർ റൂം ഇന്നലെ പെന്തിക്കോസ്തി ശുശ്രൂഷയിൽ ചമ്മാശന്മാരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വളരെ മനോഹരം. സത്യത്തിൽ ഈ അപ്പർ റൂമിൽ നടക്കുന്നത് ബേസ്മെന്റുമായിട്ട് യാതൊരു ബേസ്മെന്റിലാണ് അങ്കിളുമാരെല്ലാം കൂടെ കൂടി പള്ളി നടക്കുന്നത്. ആന്റി ഒട്ടും മോശം, എന്റെ പൊന്ന ആന്റി. എങ്ങനെ ദൈവരാജ്യ അനുഭവം സഭാജീവിതത്തിൽ? എന്നോടൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇച്ചിരി പ്രായമുള്ളവര് അവരുടെ 2 പിള്ളേരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, അച്ഛാ അന്നത്തെ കാലത്ത് ഫസ്റ്റ് ജനറേഷൻ നോക്കാൻ ആരുമില്ലായിരുന്നു, 2 പോയി. ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ ചിന്ത എന്നാന്നോ, ഇനി അടുത്ത് വരുന്നതൊന്നും നേരെയാകരുത് മക്കളെ. ഞാനായി കുറ്റപ്പെടുത്താനല്ല പറഞ്ഞു. ശക്തമായ ഒരു കമ്മ്യൂണിറ്റി സ്പിരിറ്റ്, യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്നുള്ള മനോഹര ചിന്ത നമ്മളിൽ നിന്ന് മാറി. പരസ്പര ബന്ധം, ഒരു ശരീരത്തിലെ അംഗങ്ങൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നമ്മിലൂടെ മനസ്സിലാക്കി കൊടുക്കണം. ഇന്ന് പലപ്പോഴും നമുക്കറിയാം, തുമ്പമണ്ണിലും കൊല്ലത്തും കോട്ടയത്തുമുള്ള പഴയ ചെണ്ടയൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചാൽ എത്തിക്കാതിലും എമറേറ്റ്സിലും എയർ ഇന്ത്യയിലും ഒക്കെ കയറി ഇങ്ങനെ വന്നിട്ടുണ്ട്. സാക്ഷാൽ ചെണ്ട കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിന് കൊട്ടുന്നൊന്നൊരു തെറ്റായിട്ടല്ല അച്ഛൻ പറഞ്ഞേ. നമ്മുടെ ആത്മീയതയെല്ലാം ഇങ്ങനെ ബാഹ്യമായ ചില ക്രമീകരണങ്ങളിൽ നമ്മൾ ചിന്തിച്ചിരിക്കുക. ഭക്തിമായി എന്ന കുരുടൻ അദ്ദേഹം ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞതിനെ കുറിച്ച് നല്ലൊരു വിശദീകരണമുണ്ട്. കണ്ണ് കാണാൻ മേലല്ലോ ആർക്ക് കുരുടൻ, ശരിയല്ലേ?
കണ്ണ് കാണാവുന്ന കുരുടന്മാരുണ്ട്, ഒന്നും കണ്ണ് തുറന്നിരുന്നാൽ അറിയാം. അപ്പൊ അദ്ദേഹം യെരിഹോവിന്റെ തെരുവീതിയിൽ ഇരിക്കുക. വലിയൊരു ആരവ ശബ്ദം അങ്ങനെ കേട്ടു. ആരവ ശബ്ദം കേട്ടപ്പം കുരുടന് കണ്ണ് കാണാവോ? ആരവ ശബ്ദം കേട്ടപ്പോ ശ്രദ്ധിച്ചപ്പോ അങ്ങേർക്ക് മനസ്സിലായി, ഈ ജനക്കൂട്ടത്തിന്റെ നടുവിൽ ആരുണ്ട്? യേശു. ഈ ജനക്കൂട്ടത്തിന്റെ നടുവിൽ യേശു. ഇത് നമ്മളെന്ന സഭാ സമൂഹത്തെ കുറിച്ച് ദൈവരാജ്യ അനുഭവത്തിൽ ആ ഒരു പ്രതിധ്വനി, ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ പ്രതിധ്വനി നമ്മുടെ സഭാ ജീവിതത്തിൽ പ്രതിഫലിക്കുമെങ്കിൽ അനേക കുരുടർക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. സുറിയാനിയിലെ വളരെ പുരാതനമായൊരു എഴുത്ത്, സുറിയാനി സാഹിത്യത്തിൽ ഏറ്റവും പുരാതനമായ 1-ാം നൂറ്റാണ്ടിന്റെ തന്നെ അവസാന ഭാഗത്ത് രചിക്കപ്പെട്ടത്, യോഹന്നാൻ അപ്പോസ്തലന്റെ സുവിശേഷത്തോടനുബന്ധിച്ച് രചിക്കപ്പെട്ട 2 രേഖകളുണ്ട്. അതിലൊന്ന് ഓഡ്സ് ഓഫ് സോളമൻ എന്ന് പറയുന്നത്, ഈ ശലോമോന്റെ ഗീതങ്ങൾ എഴുതിയതാരാന്നറിയത്തില്ല. ഇപ്പോഴത്തെ ഒരു വ്യാഖ്യാനത്തിൽ ആദിമസഭയിലെ മാമോദീസ ഗീതങ്ങളായിരുന്നു അതെന്ന് പറയുന്നു. കാരണം രുചി നോക്കാത്ത ഫലം സാമോദം വയ്ക്കും നീ നെൻവായിൽ അപ്രേമിന്റെ ബാപ്റ്റിസ്മൽ ഹിംസയിൽ നിന്നുള്ള പാട്ടാണത്. അതുകൊണ്ടാണ് സുറിയാനിക്കാരന്റെ ആരാധനയുടെ മഹത്വം. 2-ാം നൂറ്റാണ്ടിൽ പാടിയത് തന്നെയാണ് ഇന്നും പാടുന്നത്. അഡീഷൻസ് ഉണ്ട്, ഡിലീഷൻസ് ഇല്ല. പലതും കാലാകാലങ്ങളിൽ കൂട്ടിച്ചേർത്തു, എന്നാൽ ഘടനാപരമായ മാറ്റങ്ങൾ വന്നില്ല. സത്താപരമായ എന്ന് വെച്ചാൽ അതിന്റെ പ്രധാന ആശയങ്ങൾ ഒന്നും തന്നെ മാറ്റിയിട്ടില്ല. പോട്ടെ, അതൊക്കെ വേറുള്ള സമയങ്ങളിൽ പറയേണ്ടതാണ്. ഓഡ്സ് ഓഫ് സോളമനിൽ അങ്ങനെയുള്ള ഗീതങ്ങൾ, ബാപ്റ്റിസ്മൽ ഹിംസ, ആ ഹിംസാണ് ഒരു പരിധിവരെ അഫ്രഹാത്ത് പാരമ്പര്യത്തിൽ വരുന്നതെന്ന് പറയുന്നു. 2ാമതൊരു ബുക്കാണ് ഈ ബുക്സ് ഫോർ സ്റ്റെപ്സ് എന്ന് പറഞ്ഞ ഒരു ബുക്ക്. അതിൻ്റെയും സുറിയാനി പരിഭാഷയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഗ്രീക്ക്, കോപ്റ്റിക് പരിഭാഷകൾ ഉണ്ടായിട്ടുമുണ്ട്. അതിനകത്ത് മനോഹരമായൊരു വ്യാഖ്യാനം സഭയും ദൈവരാജ്യവും തമ്മിലുണ്ട്. ഞാൻ പറഞ്ഞതൊന്നുകൂടെ പറയാം. നമ്മുടെ പാരമ്പര്യത്തിൽ ദൈവരാജ്യം എന്നത് തന്നെയാണ് സഭ തന്നെ. അതുകൊണ്ടാണ് ക്രിസ്തു എന്ന മൂലക്കല്ലിൽ അപ്പോസ്തലന്മാർ എന്ന അടിസ്ഥാന ശിലയിൽ പണിതുകൊണ്ടിരിക്കുന്ന ബാക്കിയല്ല പണിതീരാത്ത. അതാ ദൈവരാജ്യം നമ്മിൽ, ദൈവരാജ്യം നമ്മുടെ ഇടയിൽ. നമ്മൾ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാണ്. ആ അനുഭവം കൂട്ടായ്മ ജീവിതത്തിലും സഭാ ശുശ്രൂഷയിലും ക്രിസ്തുവിന്റെ ശരീരം, ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന നിലയിൽ വ്യക്തമാക്കാൻ വിളിക്കപ്പെട്ടവർ. പോട്ടെ, ബുക്സ് ഓഫ് സ്റ്റെപ്സിനകത്തെ 3 വിശദീകരണങ്ങൾ, അതെല്ലാം ഒന്നും അത്ര മനസ്സിലാക്കണമെന്നില്ല. ഞാനതൊന്നും വിശദീകരിക്കുന്നു മാത്രം, ഒരു സമാപന സന്ദേശം എന്ന നിലയിൽ 3 തരത്തിൽ ചർച്ചിനെ കുറിച്ച് പറയും. 1, ഈ തോബ് പശുമായോ. 2, ഈ തോബ് അറബോ. 3, ഈ തോബ് ലേബോ. ഒന്നും തിരിഞ്ഞില്ല എന്നെനിക്കറിയാം. എന്നാ ഞാൻ ഒന്നുകൂടെ പറയാം. ഈ തോ ചർച്ച എന്നാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഈ തോബ് ലേബോ, ഈ തോബ് വശുമായോ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ സഭ. ഇതിനൊരു വലിയ തെളിവുണ്ട്. വെളിപ്പാട് പുസ്തകം 4, 5, 6, 7 അധ്യായങ്ങളിൽ യോഹന്നാൻ അപ്പോസ്തലൻ, നമ്മുടെ പാരമ്പര്യം മെസൊപ്പൊട്ടേമിയൻ യോഹന്നാൻ അപ്പോസ്തലൻ പാരമ്പര്യമാണ്. അതിൽ യോഹന്നാൻ അപ്പോസ്തലനോട് ആത്മാവ് പറയുന്നു, ഇവിടെ കയറി വരിക. ശ്രദ്ധിച്ചോണേ, ഇവിടെ കയറി വരിക. അപ്പം എഫേസോസിലെ സഭയുടെ ചുമതലയാണ് യോഹന്നാനുള്ളത്. എഫേസോസിലെ സഭയുടെ ആരാധനാ ജീവിതത്തിൽ സജീവമായി നേതൃത്വം നൽകിയ യോഹന്നാൻ പെട്ടെന്ന് അദ്ദേഹത്തെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തുന്നു. കർത്തൃ ദിവസത്തിൽ എന്ന് വെച്ചാൽ ഓൺ സൺഡേ അദ്ദേഹം ആരാധനയെ കുറിച്ച് ഒരു വിംസിക്കൽ നേച്ചർ അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നു. അതിനെയാണ് മലയാളത്തിൽ ആത്മവിവശനായി എന്ന് പറയുന്നത്. എക്സ്റ്റസി ഓഫ് ദി ബ്ലിസ് ഓഫ് ദി വർഷിപ്പ്, ആരാധനയുടെ അമിത സന്തോഷം. അത്
ബാബിലോണിയ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ മക്കൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെ അരളിവൃക്ഷത്തിന്മേൽ തങ്ങളുടെ കിന്നരങ്ങളെ, വായിച്ചിട്ടുണ്ടോ? അതെ, തൂക്കിയിട്ടു. അടുത്ത വാചകം ഭയങ്കര അർത്ഥമുള്ളതാണ്. എന്നാന്നറിയോ? യെരൂശലേമിനെ ഓർത്തപ്പോൾ ഞങ്ങൾ, അത് സത്യത്തിൽ മനുഷ്യന്റെ ഒരു ഈ സ്വർഗരാജ്യ അനുഭവത്തിന്റെ ലഭിക്കുന്ന ആരാധനാ ജീവിതത്തിലൂടെ കിട്ടുന്ന ദൈവീക അനുഭവത്തിന്റെ വലിയൊരു പ്രദർശനം. അപ്പോട്ടെ, ഇതേ അനുഭവമാണ്, അതിലും ശ്രേഷ്ഠമായ അനുഭവമാണ് എഫേസൂസിലെ സഭയുടെ ആരാധനാ ജീവിതത്തിന്റെ നേതൃത്വം പത്മോസ് ദ്വീപിൽ ഒന്നുമല്ല എന്ന ഒരു തലത്തിൽ വന്നപ്പോൾ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി. എന്നിട്ട് ഈ ആത്മവിവശതയിൽ സ്വർഗത്തിലെ ആരാധന യോഹന്നാൻ കാണുന്നു. അതിനെക്കുറിച്ചാണ് നമ്മുടെ പിതാക്കന്മാരുടെ എഴുത്തുകളിൽ. യഥാർത്ഥത്തിൽ സഭ, അതിൻ്റെ അസ്തിത്വം, സഭയുടെ ഉണ്മ, ദൈവരാജ്യത്തിന്റെ ഉണ്മ, അത് സ്വർഗമാണ്. ആ സ്വർഗത്തിലെ പ്രത്യേകത പറയുന്നു, സിംഹാസനം, ത്രോണോസിന് ചുറ്റും 24 കഹനയന്മാർ. അവരുടെ കൈകളിൽ എന്നാന്നറിയാവോ? ധൂപകലശം. അവരെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആരാധനാ വാക്കുകൾ, അതിന്റെ പുരാതന, അതിന്റെ ഒരു പ്രാഗ് രൂപങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. ഹെദറോ കൂലോസോ റൊമറോമോ ലോബാത്തേൽ ആമിനോയിസ് കോലുശുബാൻ നെസ്തുവേദിനാസേക്. ഏതാ പറയുന്നതെന്നറിയാവോ? നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് കരുണയും പാപമോചനവും പ്രാപിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല, അല്ലേ? അത് യഥാർത്ഥത്തിൽ വെളിപാട് പുസ്തകത്തിൽ സഭയുടെ ആരാധനാ പാരമ്പര്യത്തിന്റെ ആദ്യ രൂപമായി എഴുതപ്പെട്ടതാ. ഏത്? 24 മൂപ്പന്മാർ സിംഹാസനത്തിന്റെ മുൻപാകെ ധൂപാർപ്പണം ചെയ്ത് അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്ന സ്തുതിപ്പിന്റെ വാചകമാണ്. അപ്പോൾ ഇന്ന് സഭയിൽ കാണുന്ന ആരാധനാ ജീവിതത്തിന്റെ ശരിയായ രൂപം സിംഹാസനവും സിംഹാസനസ്ഥനായിരിക്കുന്ന ദൈവവും ചുറ്റും ധൂപകലശമേന്തി വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന കഹനന്മാരും അവരോട് ചേർന്ന് നിൽക്കുന്ന ശുഭ്രവസ്ത്രധാരികളും കയ്യിൽ കുരുത്തോല പിടിച്ചവരുമായ എണ്ണിക്കൂടാതെ വണ്ണം ബഹുസഹസ്രം പുരുഷാരവും. ഇതാണ് ഈ ധൂപവശം. ഇതാണ് സ്വർഗത്തിലെ സഭ. ആ സ്വർഗത്തിലെ സഭയിൽ കാലത്തിനും സമയത്തിനും അപ്പുറമായി മാമോദീസായിലൂടെ അംഗങ്ങളായവരാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധന്മാരുടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും സാന്നിധ്യം ഓർക്കുന്നതിന്റെ കാരണം ചരിത്ര ലോകത്തിൽ ചിക്കാഗോയിലെ ഒരു കോൺഫറൻസ് ഹാളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരല്ല നമ്മൾ. We are the part of the സ്വർഗത്തിലെ സഭയുടെ അംഗങ്ങൾ. അതാ നമ്മുടെ ദൈവരാജ്യ അംഗങ്ങളായത്. 2, ഇതിന്റെ പ്രതിഫലനം, ഇതിന്റെ ഒരു റിപ്ലിക്കായിട്ടാണ് ഈ തോബ് അറവോ ഭൂമിയിലെ സഭ എന്ന് പറയുന്നത്. ഭൂമിയിലെ സഭയിലും സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയുടെ പ്രതീകമാണ്. നിങ്ങൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല. പ്രസ്ബിറ്ററോസ്, ശംശോനോ, ഡീക്കൻ, എൽഡർ, ഇങ്ങനെ 3 തരത്തിൽ ഈ ബൈസാന്റിയൻ പാരമ്പര്യത്തിൽ പൗരോഹിത്യ ക്രമത്തെ കുറിച്ച് പറയും. നമ്മുടെ പാരമ്പര്യത്തിൽ സത്യത്തിൽ പട്ടത്വത്തിന്റെ പൂർണ്ണത ഞങ്ങൾ ഈ അച്ഛന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾ ചോദിക്കും, കശീശ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ യോഗ്യനാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ മൂറോം കൂദാശ കൂടെ കശീശ ചെയ്തതല്ല. പക്ഷേ നമ്മുടെ പാരമ്പര്യത്തിൽ സത്യത്തിൽ എല്ലാ കശീശയും ആ മെത്രാസനത്തിലെ മെത്രാപൊലിത്തായിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ജനങ്ങളുടെ ആരാധനയുടെ നേതൃത്വം നൽകുകയാണ്. കാരണം സഭ പഠിപ്പിക്കുന്ന ഒരു വാക്കെന്നാന്നോ, ഈ റാബായ് കൊഹനോ, ദ ഹൈ പ്രീസ്റ്റ് ഈസ് ദ റിയൽ റിപ്ലിക്ക ഓഫ് ദി റിസൺ ക്രൈസ്റ്റ്. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ പ്രതീകമല്ല, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ എന്നാ ലിറ്റർജിക്കൽ റെപ്രസെന്റേഷൻ ആണ് മഹാപുരോഹിതൻ. അതുകൊണ്ടാണ് സ്വർഗത്തിലെ അതേ ആരാധനയാണ് എവിടെ നടക്കുന്നത്?
അതുകൊണ്ട് ഈ സ്തുതിപ്പുകളും സ്തോത്രങ്ങളും വിശുദ്ധ കുർബാന പങ്കുവയ്ക്കുന്നതുമൊക്കെ പരസ്പരം കുർബാനാനുഭവത്തിൽ ഒരുമിച്ച് ചേരുന്നതുമൊക്കെ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ സ്വാർത്ഥത കൈവിട്ട് തിന്മകളെ കൈവിട്ട് ദൈവസന്നിധിയിൽ ഒന്നാകാൻ, ഇത് ഞങ്ങൾ വൈദിക സമൂഹത്തിനും അതിനേക്കാളുപരി നമ്മൾ ഒരുമിച്ച് കൂടുന്ന യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയായ ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്കും ബോധ്യമാകണം. ബോധ്യമാകാത്ത ഒരു സഭാവിജ്ഞാനീയമാണ് നമ്മുടെ നാശം. ആ കൂട്ടത്തിലാണ് പറയുന്നത് സഭ ഈ തോപ്പിലേമോ, ഹൃദയത്തിലെ സഭ. എന്നാ ഇപ്പൊ പറഞ്ഞേ? ഹൃദയത്തിലെ സഭ. അപ്പൊ നിങ്ങൾ നോക്കി, ഹൃദയത്തിലെ സഭയും ഭൂമിയിലെ സഭയും സ്വർഗത്തിലെ സഭയും സ്ഥലകാലങ്ങൾ ഭേദമെങ്കിൽ ഒന്നായി തീരുന്നതാണ് ദൈവരാജ്യം. അതാണ് കിങ്ഡം ഫോക്കസ് ചർച്ച്. ഇത് നമുക്ക് ശരിക്കും ബോധ്യമായാലേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു എന്ന് ചൊല്ലുന്നതിന് അർത്ഥം ഉണ്ടാകത്തുള്ളൂ. എല്ലാ ശുശ്രൂഷകൾക്കും ആരാധനാ ജീവിതത്തിനും അർത്ഥമുണ്ടാകുന്നത് ഈ ആത്മീയതയിലാണ്. കത്തോലിക്ക സഭ ഇപ്പോൾ പ്രത്യേകിച്ച് പോപ്പ് ഫ്രാൻസിസിന്റെ അല്പം നവീന ചിന്തകളും അദ്ദേഹത്തിന്റെ ആത്മീയമായ ഔന്നത്യവും വളരെ ശക്തമായ ഒരു ചിന്ത അവരിലേക്ക് കൊണ്ടുവരുന്നു. അവർ പറയുന്ന ഒരു ഇപ്പോഴത്തെ ആശയം, ബൈ ടു ദി ഡൊമസ്റ്റിക് ചർച്ച്. സത്യത്തിൽ ഡൊമസ്റ്റിക് ചർച്ച് എന്നൊരു പ്രയോഗം ഇല്ല, എന്നാൽ അങ്ങനെ പറയുന്നതിനൊരു കാരണമുണ്ട്. അപ്പോസ്തോലിക പാരമ്പര്യത്തിൽ സഭ ആരംഭിച്ചത് വിശ്വാസികളുടെ ഭവനത്തിലാണ്. ലുദിയായുടെയും അതുപോലെ തന്നെ ഫിലേമോന്റെയും, ഇങ്ങനെ പൗലോസ് അപ്പോസ്തലനും അപ്പോസ്തല പ്രവൃത്തികളിൽ ലൂക്കോസും വിവരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില ഭവനങ്ങൾ. അതുപോലെ തന്നെ പരിശുദ്ധ സഭയുടെ ആത്മീയതയുടെ കേന്ദ്രമായ വിശുദ്ധ കുർബാനയും സമാരംഭിച്ചത് ഒരു ഭവനത്തിലാണ്. ഏത് ഭവനത്തിൽ? മർക്കോസിന്റെ ഭവനത്തിൽ. എന്നാൽ ഇന്ന് 3-ാം നൂറ്റാണ്ടിലെ ഇംപീരിയൽ അതോറിറ്റി ഒക്കെ സഭയ്ക്ക് കിട്ടിക്കഴിഞ്ഞപ്പം സഭ ഈ ഡൊമസ്റ്റിക് ഓറിയന്റഡ് ചർച്ച് അരമന ഓറിയന്റഡ്, കത്തീഡ്രൽ ഓറിയന്റഡ് ചർച്ചായി മാറ്റപ്പെട്ടു. ഈ അത്യാധുനിക ഉത്തരാധുനിക യുഗത്തിലെങ്കിലും സഭയ്ക്കൊരു ചിന്ത ഉണ്ടാകണം. എങ്ങോട്ട് വരണം? ബൈ ടു ഡൊമസ്റ്റിക് ചർച്ച്. യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഇനി വരുവാനിരിക്കുന്ന ഭദ്രാസന കോൺഫറൻസിന്റെ പ്രധാന വിഷയം അത് തന്നെയാണ്. സഭ ഭവനം ഒരു സഭ എന്ന വളരെ വിശാലവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ചിന്ത അവസാനിപ്പിക്കട്ടെ. വലത്ത് ഭാഗത്തും ഇടത്ത് ഭാഗത്തുമായിട്ട് കുഞ്ഞാടുകളെയും ചെമ്മരിയാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നു. ഇടത്ത് ഭാഗത്തുള്ളവരോട് പറഞ്ഞു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ തടവില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക്. മക്കളെ, സഭാഗാത്രത്തിൽ നമ്മുടെ അവഗണനയുടെ ചിത്രമാണിത്. സഭാഗാത്രത്തിൽ ഇന്ന് നഗ്നത കച്ചവടമാക്കി വ്യാപാരം ചെയ്യുവാൻ നമ്മൾ സന്നദ്ധരാണ്. പട്ടിണി മുതലാക്കി പണം പിരിക്കാൻ നമ്മൾ സന്നദ്ധരാണ്. രോഗം മുതലെടുത്തുകൊണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് വേണ്ടി ശ്രമിക്കാൻ നമ്മൾ സന്നദ്ധരാണ്. അതെല്ലാം സഭയുടെ ഓർഗനൈസ്ഡ്, അടുത്ത വാക്ക് പറയുന്നത് ക്ഷമിക്കണം, തിന്മയാണ്. എന്നാൽ തമ്പുരാൻ പറഞ്ഞു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. നിങ്ങൾ ഓർക്കണേ, വിശ്വാസപരമായ പ്രതിസന്ധികളോ നേച്ചർ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തെ കുറിച്ചുള്ള വലിയ വിശകലനങ്ങളോ സിസ്റ്റമാറ്റിക് തിയോളജിയോ ഒന്നുമല്ല വിഷയം. അതിനൊക്കെ അതിൻ്റെതായ അർത്ഥതലങ്ങളുണ്ട്. എല്ലാറ്റിനും വലുത് എന്താണോ, എൻ്റെ ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം
അതാണ് ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കപ്പെട്ട ദൈവരാജ്യം. അതാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ ക്രിസ്തുവിൻ്റെ ശരീരമായ പരിശുദ്ധ സഭ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ചിന്ത മനസ്സിൽ നന്നായി പുലർത്തുകയും അത് വരും ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുവാൻ ദൈവം കരുണ നൽകട്ടെ. പ്രത്യേകിച്ച് ഒരു അവസാനത്തെ ഈ കോൺഫറൻസിന്റെ ക്ലാസ് എന്ന നിലയിൽ പല ഗ്രൂപ്പായി തിരിച്ചതിൽ നിങ്ങളിങ്ങനെ എൻ്റെ കൂടെ ഇരുന്നതിൽ നിങ്ങളോടുള്ള ആ സന്തോഷവും ഞാൻ വളരെ താല്പര്യപൂർവ്വം അറിയിക്കുന്നു. പ്രത്യേകിച്ച് മലയാളത്തിൻ്റെ ഗ്രഹാതുരത്വവും ഭാഷയുടെ നന്മയും ഒക്കെ നഷ്ടപ്പെടാതെ നിങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ഭാഷ താല്പര്യമുള്ള എന്നെ ഒന്ന് കേൾക്കാൻ നിങ്ങൾ ഇരുന്നത്. നന്ദി. അതുപോലെ തന്നെ ഈ ബഹുമാനപ്പെട്ട സജീവച്ചന്റെ, ഞങ്ങൾ രണ്ടും അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നറിയത്തില്ല, അച്ഛൻ പോയതിന് എല്ലാം ഞാനും ഇങ്ങനെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇരുന്ന ബഹുഭൂരിപക്ഷം പള്ളികളിലും അത് നാട്ടിൽ വെച്ചും ഇവിടെ വെച്ചും ശുശ്രൂഷയ്ക്ക് അച്ഛനോട് ഒരുമിച്ച് സംബന്ധിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ വരാൻ സാധിച്ചതിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അഭിമന്യ തിരുമേനിയുടെയും ധന്യരായ നമ്മുടെ വൈദികരുടെയും എല്ലാറ്റിലുപരി പൗലോസ്ലീഹ പറയുന്നത് പോലെ ഞാൻ 10 വർഷം മുമ്പ് വന്നപ്പോൾ അന്ന് കൊച്ചു പിള്ളേരായിരുന്ന അല്ലേ നമ്മുടെ ഈ ശമ്മാശന്മാരിൽ അവരിൽ ചിലരൊക്കെ അച്ഛന്മാരായി. പൗലോസ് പറയുന്ന പോലെ അഭിമാനവും കിരീടവും ആയിട്ടുള്ള ആ വൈദികരോടും ശമ്മാശന്മാരോടും എല്ലാവരോടും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.